വെൽക്കം ടു സ്റ്റോറീസ് ടെല്ലർ ഭാഗം 36. അങ്ങനെ രണ്ടുപേരും ഇപ്പോ ആ പബ്ലിക് ടോയ്ലറ്റിൽ നിൽക്കുക. വാക്കുകൾ കൊണ്ടുള്ള പോരിൽ ആര് ജയിക്കുന്നത് പറയാൻ കഴിയില്ല. കാരണം രണ്ടുപേരുടെ ഭാഗത്തും അവരുടേതായ ശരികളും ന്യായങ്ങളും ഉണ്ട്. രണ്ട് ശരികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും ഫലം? നീ ഈ വഴിയരികിൽ നിന്ന് കോണ്ടം വിറ്റ് ജീവിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ശ്രീദേവ് ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ കോണ്ട വിൽക്കുന്നത് അല്ലാതെ എന്റെ ശരീരമല്ല. അവളും അമർഷത്തോടെ തിരിച്ചടിച്ചു. അവൾ മുഖത്തുനിന്ന് ആ മാസ്ക് എടുത്ത് മാറ്റി. ആ മുടിയിഴകൾ വിയർപ്പിൽ കുളിച്ചിരുന്നു. നെറ്റിയിലുണ്ടായിരുന്ന വിയർപ്പ് തുടച്ച് അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. കോണ്ടം വിറ്റ് ജീവിക്കേണ്ട എന്ത് ഗതികേടാ നിനക്കുള്ളത്? അവൻ അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ഞാൻ എങ്ങനെ ജീവിച്ചാലും നിനക്കെന്താ? ഞാൻ നിന്റെ അടുത്ത് കൈ നീട്ടാൻ വന്നോ? ഇല്ലല്ലോ. അത്യാവശ്യത്തിന് കുറച്ച് പൈസ ചോദിച്ചപ്പോ നിന്റെ സ്വഭാവം ഞാൻ കണ്ടതാണല്ലോ. അമൃത അപ്പൊ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. അമൃത, പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനോട് ചോദിച്ചാ പോരെ? എന്തിനാ എന്റെ മുന്നിൽ വരുന്നത്? അതെ, ഞാൻ ആരോട് ചോദിക്കണം ചോദിക്കേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അവൾക്ക് അവനോടുള്ള ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ അമൃത, കൂൾ. ശ്രീദേവ് അവളോട് ശാന്തയാകാൻ ആംഗ്യം കാണിച്ചു. പക്ഷെ അവളുടെ മൂക്കും കവിളുകളൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്നു തുടിച്ചിരുന്നു. വിയർത്ത് കുളിച്ച ആ ചുണ്ടുകൾ അവളുടെ മുഖത്തിന് കൂടുതൽ കാന്തി പരത്തുന്നുണ്ടായിരുന്നു. അവൾക്ക് ശ്വാസം വിടാൻ പോലും കഴിയാത്ത വിധം അത്രയ്ക്കും അടുത്തേക്ക് അവൻ നിന്നു. ഓടി വന്ന് വിയർത്ത് കുളിച്ചു നിൽക്കുന്ന അവന്റെ രൂപം അവളുടെ കൺമുന്നിൽ തൊട്ടടുത്തായിട്ട് നിൽക്കാൻ തുടങ്ങി. അവര് രണ്ടുപേരും നിന്നാൽ തന്നെ ആ ടോയ്ലറ്റില് പിന്നൊരു സ്ഥലം അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ പിന്നിലേക്കോ സൈഡിലേക്കോ നീങ്ങാൻ അനുവദിക്കാതെ അവൻ അവളെ തടഞ്ഞു വെച്ചു. അവന്റെ വലിയ ശരീരം അവളുടെ മേലെ ഒരു കരിനിഴൽ വീഴ്ത്തി. അവൾ നോക്കുമ്പോ അവൻ അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവൾ അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളാൻ ശ്രമിച്ചു. അവളുടെ തളർന്ന കൈകളുടെ പ്രതിരോധം നിഷ്പ്രയാസം അവൻ തടഞ്ഞു. അവൾ വീണ്ടും അവളുടെ സർവ്വശക്തിയും എടുത്ത് അവനെ ആഞ്ഞു തള്ളിക്കൊണ്ടിരുന്നു. അവനാണെങ്കിൽ ഒരു അടി പോലും അവിടെ നിന്ന് അനങ്ങിയില്ല. അവൾ തളർന്നു പോയിരുന്നു. ഒന്നിനും കഴിയാത്ത വിധം മാനസികമായും ശാരീരികമായും അവൾ ആകെ തളർന്നു കഴിഞ്ഞിരുന്നു. അവൾക്ക് ഇനിയും പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൻ അവളെ അവന്റെ കൈകൾക്കുള്ളിൽ ഒതുക്കി. ഒരു കൈ കൊണ്ട് അരക്കെട്ട് മുറുകെ പിടിച്ച് മറ്റേ കൈ കൊണ്ട് കവിൾ തൊട്ട് അവൾക്ക് ചുംബനം നൽകിയവൻ. ആ ചുംബനം അവളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകളിലെ മുറിവുകൾ ഉണ്ടായി. അവൻ അവളെ ചുംബനം കൊണ്ട് വേദനിപ്പിച്ചു. മുഖത്താകെ ചോര നിൽക്കുന്നത് പോലുള്ള പാടുമായിട്ട് അവൾ അവിടെ നിന്നു. അവന്റെ ചുംബനത്തിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനായില്ല. ശ്രീദേവ്, നീ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. പ്രേമം കൊണ്ടല്ലാതെ അവൻ അവളെ ചുംബിച്ചു തളർത്തി. അടങ്ങാത്ത ദേഷ്യത്തിൽ നിന്നും ഉണ്ടായ ആ കാമം അവനെ ക്രൂരനാക്കി. താൻ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിരുന്ന സ്ത്രീയാണ് ഇപ്പൊ മുന്നിൽ നിന്ന് പിടയുന്നതെന്ന് ഓർക്കാതെ അവനവന്റെ ദേഷ്യവും അമർഷവും ചുംബിച്ചു തീർത്തു. അമൃത, നീ തന്ന കോണ്ടം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇതുപോലെ വീണ്ടും വരാം. അവൻ പരിഹാസ ചിരിയോടെ അവളുടെ തളർന്ന മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അമൃത, ഇതെങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് കൂടെ പഠിപ്പിച്ചു തരാമോ? നിനക്ക് അതിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ശേഷം അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ദേഹം മുഴുവൻ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. പ്ലീസ് ശ്രീദേവ്, നിർത്ത്. അവിടെ വീണു പോകുന്നവരെ അവൾ ഭയന്നു. അവൻ എന്തിനാ തന്നോട് ഇത്രയ്ക്ക് ദേഷ്യമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ജീവിക്കാൻ വേണ്ടി താൻ നടത്തുന്ന യുദ്ധങ്ങൾ അവന് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് എന്ന് അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അമൃത, തളർന്നോ നീ? നിന്നെ പോലൊരുത്തി ഇങ്ങനെയൊക്കെ തളരാമോ? മോശമായ രീതിയില് ചുണ്ടു കോട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ശ്രീദേവ്, നിയമവിരുദ്ധമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കോണ്ടം വിൽക്കുന്നത് അത്രയ്ക്ക് മോശം കാര്യമാണോ? എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. പുറത്ത് പറയാനും കാണിക്കാനുള്ള മടി കാരണം എല്ലാവരും ഒളിച്ചുകൊണ്ട് നടക്കുന്നു മാത്രം. ശ്രീദേവ് അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തപ്പോൾ അവൾ സഹിക്കാൻ വയ്യാതെ ചോദിച്ചു. നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അമൃത. നിനക്ക് വഴിയരികിൽ നിന്ന് കോണ്ടം വിൽക്കാം. അതിന്റെ ഗുണവിശേഷങ്ങൾ പബ്ലിക്കായി നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ അതെങ്ങനെയാ ഉപയോഗിക്കാന്ന് കാണിച്ചു കൊടുക്കാനും പറ്റും. അവൻ അവളെ കുത്തുവാക്കുകൾ കൊണ്ടും വേദനിപ്പിക്കാൻ തുടങ്ങി. മിസ്റ്റർ ശ്രീദേവ്, എനിക്ക് നിങ്ങളെ പോലെ കപട സദാചാര ബോധമൊന്നുമില്ല. മനുഷ്യരുപയോഗിക്കുന്ന സാധനമാണ് ഞാൻ വിൽക്കുന്നത്. അതിലെനിക്കൊരു നാണക്കേടുമില്ല. പിന്നെ നിങ്ങളെപ്പോലുള്ള പകൽ മാന്യന്മാരെ പേടിച്ച് ഞാൻ മിണ്ടാതിരിക്കണോ? നടക്കില്ല, അവൾ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യേ. അതൊന്നും എന്റെ വിഷയമേ അല്ല. അവൻ അവന്റെ പിടുത്തം വിട്ടുകൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ശ്രീദേവ്? അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ അവൾ നിന്ന് കിതച്ചു. അവൾക്കാണെങ്കിൽ എന്തെന്നില്ലാത്തൊരു സങ്കടവും തോന്നി. ശ്രീദേവ് തന്നെയാണോ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് സംശയം തോന്നി. തന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ അവന് കഴിയുമെന്ന് അവൾ കരുതിയതേയില്ല. അവൾക്ക് വാക്കുകളെല്ലാം തൊണ്ടയിൽ കുടുങ്ങി. കണ്ണുനീർ അവളെ നനച്ചു. നീ കരഞ്ഞാൽ ഞാൻ നിന്നെ വീണ്ടും ചുംബിക്കും, അവൻ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ നിയന്ത്രിച്ചാലും അവൾക്ക് അവളുടെ കരച്ചിലിനെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. നീ കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ എന്റെ ചുംബനം നിനക്ക് മതിയായില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അവൻ അവളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ സന്ദർഭം നോക്കി നിൽക്കുമായിരുന്നു. ജീവിതത്തിൽ താൻ അനുഭവിച്ച ആടുകളും സങ്കടങ്ങളും ഈ നിമിഷം അവളെ വന്നു മൂടി. അവൾ തല കുമ്പിട്ട് നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞു. ഉള്ളുലയുന്ന ആ കരച്ചിൽ കേട്ടിട്ടും ശ്രീദേവിന് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. അവൻ വീണ്ടും അവളുടെ തല പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയിരിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ നോക്കി അവന്റെ ദേഷ്യമെല്ലാം അവൻ അടക്കാൻ ശ്രമിച്ചു.
കരഞ്ഞു വീർത്ത മുഖത്തെ കണ്ണീർപ്പാടുകൾ അവനെ വല്ലാതെ കൊതിപ്പിച്ചു. കണ്ണീരിന്റെ ഉപ്പോട് കൂടിയ ആ ചുംബനം അവനിൽ ഹരം കൊള്ളിച്ചു. ശ്രമിച്ചാലും തടയാൻ പറ്റില്ലെന്നുള്ള ഉറപ്പുണ്ടായിട്ടും അവൻ അവളെ പിന്നിലേക്ക് തള്ളി. ഇല്ല, ഒരടി പോലും അവനെ പുറകിലേക്ക് മാറ്റാൻ അവളെ കൊണ്ടായില്ല. അവൻ വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകളിലും കവിളിലും ഉമ്മ വെച്ച് മുറിപ്പെടുത്താൻ തുടങ്ങി. സ്നേഹമില്ലാത്ത ചുംബനങ്ങളെല്ലാം വെറും മുറിപ്പാടുകൾ മാത്രമായി അവശേഷിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അത് നമ്മൾ എത്ര സ്നേഹിക്കുന്ന പുരുഷന്റെ അടുത്തു നിന്നായാലും. പ്രണയമില്ലാത്ത ചുംബനങ്ങൾ ആത്മാവിനെ പോലും മുറിപ്പെടുത്തുമെന്ന് അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. പെട്ടെന്നാണ് വാതിലിന് പുറത്തുനിന്ന് സുപരിചിതമായൊരു ശബ്ദം അവൻ കേട്ടത്. ഇവിടെ തന്നെ കാണുമേ, നമ്മളോട് പറയാതെ എവിടേക്കും പോവാൻ വഴിയില്ല. ക്ഷീണം കൊണ്ട് ഇനി പോയി കാറിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവൂ. യെസ്, രാജലക്ഷ്മിയും പാർവതിയുമായിരുന്നു അത്. ആ ശബ്ദം കേട്ടതും അമൃതയുടെ കണ്ണുകൾ ഭയം കൊണ്ട് പിടഞ്ഞു. അവൾക്ക് നേരെ നിൽക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. രാജലക്ഷ്മി തന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ കൊന്നു കളയുന്ന അവൾക്ക് ഉറപ്പായിരുന്നു. അവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ ശ്രീദേവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ ഫോൺ എടുത്ത് ശ്രീദേവിന്റെ നമ്പർ ഡയൽ ചെയ്തു. പെട്ടെന്ന് അവന്റെ പോക്കറ്റിലെ ഫോൺ ബെല്ലടിച്ചു. ആ ഒരു നിമിഷം കൊണ്ട് ഭൂമി അതിന്റെ കറക്കം നിർത്തിയൊന്നു പോലും അവൾ ഭയന്നു. പുറത്ത് രാജലക്ഷ്മിയും പാർവതിയും മുഖത്തോട് മുഖം നോക്കി അമ്പരന്ന് നിന്നു. അവൻ ടോയ്ലറ്റിലുണ്ടോ? രാജലക്ഷ്മി അതിശയത്തോട് ചോദിച്ചു. ശ്രീദേവ് പെട്ടെന്ന് ഫോൺ എടുത്ത് ആ കോൾ കട്ട് ചെയ്തു. അവനും ഒരു നിമിഷം പകച്ചുപോയി എന്ന് വേണം പറയാൻ. തന്റെ അമ്മയും ഭാവി ഭാര്യയും ഈ അവസ്ഥയിൽ തന്നെ കണ്ട എന്തായിരിക്കും ഉണ്ടാകാൻ പോവാന്ന് അവന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അമൃത പെട്ടെന്ന് സൗണ്ട് മാറ്റി ഫോണിൽ സംസാരിക്കുന്നത് പോലെ അഭിനയിച്ചു. അമ്മേ, ഞാനിവിടെ ടോയ്ലറ്റിലുണ്ട്. ഇപ്പൊ അങ്ങോട്ട് വരാം, പേടിക്കണ്ട. എന്റെ ഡ്രസ്സിൽ ചളിയെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാ. അവൾ അവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. പാർവതിയും രാജലക്ഷ്മിയും അത് വിശ്വസിച്ചതുപോലെ തോന്നി. മോളെ, നമുക്ക് പാർക്കിങ്ങിലേക്ക് നടക്കാം, അവൻ അവിടെ കാണും. ആമേ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിന്ന് നീങ്ങിയെന്ന് ഉറപ്പായപ്പോഴാ അമൃതയുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. അവൾ ആശ്വാസം കൊണ്ട് നെഞ്ചത്ത് കൈവച്ചു. നീ ഈ കാണിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ദേവ്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. എന്ത് പ്രത്യാഘാതങ്ങൾ? നീ പേടിച്ചു പോയോ? അവൻ ഉള്ളിലെ ഭയം മറച്ചു വെച്ച് അവളോട് ചോദിച്ചു. അവൾ കൂടുതലൊന്നും അവനോട് പറയാൻ നിന്നില്ല. അമൃത, ഞാൻ എന്തായാലും ഇനിയും വരാം. എന്റെ ഭാവി ഭാര്യയോടൊപ്പം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. നീ പറയുന്നത് പോലെയൊക്കെ ആണെങ്കിൽ ഞാൻ വീണ്ടും വരും. അവൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവളെ ഏതു വിധേനയും സങ്കടപ്പെടുത്തണം എന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ഇതാ നിന്റെ പൈസ എന്ന് പറഞ്ഞ് 500 രൂപ ആ വാഷ് വൈസിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ അവനെ വെറുപ്പോടെയും അമ്പരപ്പോടെയും നോക്കി നിന്നു. തനിക്ക് പരിചയമുണ്ടായിരുന്ന താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ശ്രീദേവല്ല ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി. അവൻ അമർഷത്തോടെയാ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവന്റെ മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നുപോയി. ഇവിടുത്തെ എന്തിനായിരിക്കും ഇങ്ങനെ പണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത്? ആ നെക്ലേസ് വിറ്റപ്പോൾ കിട്ടിയ 1 ലക്ഷം രൂപ അവൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അതോ അത്രയും പണം ചെലവായി കാണുമോ? അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്യുവിനോട് ചോദിക്കാനല്ലേ ഉള്ളൂ. എന്തിനായിരിക്കും ഈ വക ജോലികൾക്കൊക്കെ വരുന്നത്? മാത്യു എന്തിനായിരിക്കും സ്വന്തം ഭാര്യയെ ഇങ്ങനെ വിടുന്നത്? അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എത്ര ആലോചിച്ചിട്ടും എന്തൊക്കെയോ നിഗൂഢതകൾ ഉള്ളതുപോലെ, എന്തൊക്കെയോ തെളിഞ്ഞു കിട്ടാത്തതുപോലെ. അവളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് അവന്റെ തല പുകയാൻ തുടങ്ങി. അവളോട് എത്ര തവണ ചോദിച്ചിട്ടും അവൾ അതിനൊന്നും ഉത്തരം പറഞ്ഞതുമില്ല. ആ ഒരു ദേഷ്യ അവൻ അവളോട് കാണിച്ചത്. തന്റെ ദേഷ്യം അങ്ങനെയല്ല പ്രകടിപ്പിക്കേണ്ടിയിരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ അവന്റെ സകല നിയന്ത്രണങ്ങളും കൈവിട്ടു പോയിരുന്നു. താൻ എന്തായി ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെയാണ് ശ്രീദേവ് തന്നെ അത്രയും സമയം എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടിയത്. അവന്റെ ചെയ്തികളിൽ കുറ്റബോധം തോന്നി. അമൃത ഈ സമയം ടോയ്ലറ്റിൽ നിന്ന് അലറി വിളിച്ചു. ദേഷ്യവും സങ്കടവും അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയാണ് ശ്രീദേവ് അങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയതെന്ന് അവൾക്കറിയാമായിരുന്നു. തന്നെ കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതും എല്ലാം അവന്റെ സ്നേഹം കൊണ്ടല്ലെന്ന് ആ വന്യമായ അവന്റെ ആ രീതിയിൽ നിന്നും ആ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി. കെട്ടിപ്പിടിക്കുമ്പോഴും ചുംബിക്കുമ്പോഴുമെല്ലാം അവന്റെ കണ്ണിൽ കണ്ട അഗ്നി കോപത്തിന്റേതായിരുന്നു. അവളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഭേദിച്ച് ആത്മാവിനെ വരെ മുറിപ്പെടുത്തിയ ആ രാത്രിയുടെ ഓർമ്മ അപ്പാടെ കഴുകിക്കളയാൻ അവൾ ആഗ്രഹിച്ചു. അവൾ ഒരുപാട് തവണ മുഖം കഴുകി. ചുണ്ടുകളും കവിളുകളുമെല്ലാം പലതവണ വെള്ളം കൊണ്ട് തുടച്ചു വൃത്തിയാക്കി. സ്നേഹം കൊണ്ടല്ലാതെ തന്നെ സ്പർശിച്ച ആ പുരുഷൻ അവൾ വെറുത്തു. ആ മുറിവുകൾ ദേഹത്തു നിന്ന് മാറിയാലും അതിന്റെ പാടുകൾ മനസ്സിനെ മുറിവേൽപ്പിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ ചിന്തകൾ കാടുകയറി. ആ രാത്രിയുടെ ഓർമ്മ അവളെ വല്ലാതെ ഭീതിപ്പെടുത്തി. ശ്രീദേവ് അവളെ മനഃപൂർവ്വം ഉപദ്രവിക്കുമെന്ന് അവൾ കരുതിയതേയല്ല. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു. തന്റെയും അച്ഛന്റെയും കാര്യം ശ്രീദേവ് അറിഞ്ഞ ശ്രീദേവിന്റെ പെരുമാറ്റം എന്തായിരിക്കുമെന്ന് അവൾക്ക് ചിന്തിക്കാനേ ആയില്ല. പോരാത്തതിന് ഇപ്പൊ രാജലക്ഷ്മി എത്തിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ അറിയാത്ത പോലും ചെന്ന് പെടരുതെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു.
അവർ അവളെയും കുഞ്ഞിനെയും കൊന്നുകളയാൻ പോലും മടിക്കില്ല. രാജലക്ഷ്മി കാണാതിരിക്കാൻ വേണ്ടിയാ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ഓടി ഓടി ലേഡീസ് ടോയ്ലറ്റിൽ എത്തിയതും പിന്നാലെ പിന്തുടർന്ന് ശ്രീദേവ് അവിടെ എത്തിയതും തന്നെ ഉപദ്രവിച്ചതും എല്ലാം ഒരു ദുസ്വപ്നം പോലെയാണ് അവൾ ഓർക്കുന്നത്. എന്നാലും അവൻ എങ്ങനെ തന്നോട് ഇത് ചെയ്യാൻ തോന്നി എന്നവൾ ആരോടൊന്നില്ലാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്